ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞാനുള്ളത് തേക്കടിയിലാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബോട്ട് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വന്നേക്കാണ്. എനിക്ക് എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇച്ചാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസോർട്ടൊക്കെ എടുത്ത് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എനിക്കതൊക്കെ ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ പുറകെ കുറച്ചൊക്കെ നടക്കും. ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ കാറൊന്നും അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിൽ കയറിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഈ ബോട്ടിങ്ങിൻ്റെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം ബോട്ടിങ്ങിനും പോകാൻ വേണ്ടിയിട്ട്. എല്ലാ ടൈമിലും നമുക്ക് ഇവിടെ ബോട്ട്സ് അവൈലബിൾ അല്ല, ടൈമിങ്സ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് പോകാനുള്ള ബോട്ടിൻ്റെ ടൈം ആവാത്തതുകൊണ്ട് ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ പോലെയുണ്ട്. അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ആ ക്യാൻറ്റീൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വാതിലൊക്കെ അടയ്ക്കണം. കാര്യം നിറച്ച് കുരങ്ങന്മാരാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇതുങ്ങൾ പോയി കളയും. അതുമാത്രമല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കളയുമെന്നാണ് പറഞ്ഞത്. ഇവിടെ സൂപ്പർവിഷന് നിൽക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മങ്കീസിനെ ഫീഡ് ചെയ്യരുതെന്നുള്ളത്. പക്ഷേ ഇത് എത്ര പറഞ്ഞിട്ടും കുറേ പേരൊക്കെ മങ്കീസിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫീഡ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഇവർ വല്ലാണ്ട് പിന്നെയും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് വന്നിട്ട് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിറ്റിംഗ് ടൈം ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. കാര്യം മോൻ ഇങ്ങനെ മങ്കീസിനെയൊക്കെ ഇത്രയും അടുത്തൊക്കെ കണ്ട് അവരെ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ പറ്റുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ ഡാഡിയുടെയൊക്കെ തലയിലൊക്കെ വന്ന് മങ്കി ഇരുന്നായിരുന്നു. ശരിക്കും ഇവർക്ക് നന്നായിട്ട് തപ്പി നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ അറിയാം. ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ കരഞ്ഞ് വിളിച്ചൊരു വഴിയായേനെ. ഡാഡിയൊക്കെ കൂളായിട്ടിരുന്നു. ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ നല്ല രസമാണ്. തേക്കടി മെമ്മറീസ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണിത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ബസ്സിൽ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിങ് മാത്രമല്ല വേറെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നേച്ചർ വാക്കും അതുപോലെ തന്നെ എന്തൊക്കെയോ നമ്മൾ ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ജീപ്പ് പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് ഞാൻ അത് അന്വേഷിച്ചില്ലായിരുന്നു. അങ്ങനെയും പല ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിതേ ബോട്ടിൽ കയറി കേട്ടോ. ഇവിടെ നമുക്ക് സീറ്റ് നമ്പേഴ്സൊക്കെ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ജാക്കറ്റ്സൊക്കെ ഉണ്ട് എല്ലാവർക്കും. മസ്റ്റായിട്ടും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെ അവിടെ ഇരുത്തത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്നൊക്കെ അവർ പ്രത്യേകം പറയും. നമ്മളിങ്ങനെ ബോട്ടിങ്ങിന് പോകുമ്പോഴത്തേനും ആനിമൽസിനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനെയും കണ്ടില്ലായിരുന്നു. എന്തോ മ്ലാവിനെയും അതുപോലെ എന്തൊക്കെയോ ബേർഡ്സിനെയൊക്കെ കണ്ടു. അതുപോലെ ആനകൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്നത് ലക്കുണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് ലക്കില്ലായിരുന്നു. പിന്നെ നമ്മളിത് ഇങ്ങനെ പോകുമ്പോഴത്തേനും ഈ കാടിൻ്റെ ഉള്ളിലായിട്ടൊരു റിസോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു പാലസ് ഇങ്ങനെ റിസോർട്ടാക്കി എടുത്തേക്കുന്നതാണെന്നാണ് ഞാൻ കേട്ടത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് വരുന്നത്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ബോട്ടിങ് ഒത്തിരി നേരമുണ്ട് കേട്ടോ. അവസാനമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് മടുത്തു. നല്ല ചൂടാണ് പുറത്ത്. അതുകൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു പാട്ടൊക്കെ ഇട്ട് കുറച്ച് കഴിക്കാനും കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിരുന്നെങ്കിൽ ഈ ബോട്ട് റൈഡ് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു തന്നെയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇവിടെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം തേക്കടിയിൽ വരുമ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്തായാലും ബോട്ടിങ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.